സംസ്ഥാനത്തെ നടുക്കിയ മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ഇന്നത്തെ രക്ഷാപ്രവർത്തനം അല്പസമയത്തിനകം പുനരാരംഭിക്കും. ഇതുവരെ 264 പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇതിൽ പലരെയും തിരിച്ചറിഞ്ഞിട്ടില്ല. നിരവധി പേരാണ് ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. മുണ്ടക്കൈയിലേക്കുള്ള ബെയിലി പാലത്തിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. നിർമ്മാണം പൂർത്തിയായാൽ രക്ഷാപ്രവർത്തനത്തിന്റെ വേഗത കൂട്ടാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വയനാട്ടിൽ 82 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 8304 പേരാണ് ഇപ്പോഴുള്ളത്. ഈ ബെയിലി പാലത്തിന്റെ നിർമ്മാണം അതിവേഗത്തിൽ പുരോഗമിക്കുന്നുണ്ട്. JCB, ഹിറ്റാച്ചിയും ആംബുലൻസും എല്ലാം പോകാൻ ശേഷിയുള്ള അത്രയും കരുത്തുള്ള പാലത്തിന്റെ നിർമ്മാണമാണ് പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത്. ഇത് പൂർത്തിയായാൽ കൂടുതൽ യന്ത്ര സാമഗ്രികളെല്ലാം അങ്ങോട്ട് എത്തിക്കാൻ സാധിക്കും. തെരച്ചിലിന്റെ വേഗം കൂട്ടാൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷയാണ് സൈന്യത്തിനുള്ളത്. പ്രധാന പാലത്തിന് സമാന്തരമായി മറ്റൊരു പാലം കൂടി നിർമ്മിക്കുന്നുണ്ട്. ആളുകൾക്ക് നടക്കാനുള്ള പാലം ഇപ്പോൾ നിർമ്മിച്ചിരിക്കുന്ന ബെയിലി പാലത്തിലൂടെ വാഹനങ്ങൾ എത്തിക്കാനും യന്ത്രങ്ങൾ എത്തിക്കാനും വേണ്ടി ഉപയോഗിക്കും. സമാന്തരമായി മറ്റൊരു പാലത്തിന്റെ നിർമ്മാണം കൂടി നടക്കുന്നുണ്ടെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. വാഹനങ്ങൾക്ക് തടസ്സം നേരിടാതെ കാൽനട യാത്രക്കാർ മറ്റൊരു പാലത്തിലൂടെ വരണം എന്നുള്ള ലക്ഷ്യത്തിലാണ് ആ പാല നിർമ്മാണം നടക്കുന്നതെന്നാണ്. സാജിദ് ചൂരൽമലയിൽ നിന്ന് ചേരുന്നുണ്ട്. സാജിദ്, രക്ഷാപ്രവർത്തനം അല്പസമയത്തിനകം തുടങ്ങുമെന്നാണ് അറിയുന്നത്. പാലത്തിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണോ? മറ്റൊരു പാലം കൂടി നിർമ്മിക്കുന്നു. കാര്യങ്ങൾ കുറച്ചുകൂടി ഈസിയാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സൈന്യമെന്ന് അറിയുന്നു. എന്തൊക്കെയാണ് ഇപ്പോഴുള്ള വിവരങ്ങൾ? ധന്യ, നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് എൻ്റെ തൊട്ടു പിറകിലായുള്ളത് ബെയിലി പാലത്തിന്റെ നിർമ്മാണമാണ്. ബെയിലി പാലത്തിന്റെ നിർമ്മാണം തുടങ്ങി 20 മണിക്കൂറുകൾ പിന്നിടുകയാണ്. സാധാരണഗതിയിൽ ഈ ദുരന്ത നിവാരണത്തിനായി അതുപോലെ തന്നെ സൈന്യം എത്തിപ്പെടാൻ കഴിയാത്ത സ്ഥലത്തേക്ക് എത്താനുള്ള ഒരു മാർഗമായാണ് ബെയിലി പാലം നിർമ്മിക്കാറുള്ളത്. ഈ ബെയിലി പാലം നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ വലിയ ഇരുമ്പ് ദണ്ടുകൾ ഉപയോഗിച്ചാണ് നിർമ്മിക്കുക. ഇന്നലെ തുടങ്ങിയ പാലത്തിന്റെ നിർമ്മാണം ഏതാണ്ട് അവിടെ മറുകരയിൽ മുട്ടാൻ ആയിട്ടുണ്ട്. ഈ ബെയിലി പാലം വന്നാലുള്ള ഒരു ഗുണം, അതിൻ്റെ ഒരു നേട്ടം എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ ആളുകളെ മറുകര എത്തിക്കാം. നിലവിൽ മൃതദേഹങ്ങൾ റോപ്പ് ഉപയോഗിച്ചിട്ടാണ് എത്തിക്കുന്നത്. ഇത് കൂടാതെ ഈ ചെറിയ ഹിറ്റാച്ചികളും മറ്റും എത്തിക്കുന്നതിനും സഹായകരമാകും. ഇപ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ കൂടി എന്നോടൊപ്പം ചേരുന്നുണ്ട്. ഇപ്പൊ ഈ ഇതിന്റെ നിർമ്മാണം എപ്പോ പൂർത്തിയാവുന്ന പ്രതീക്ഷിക്കുന്നത്? ഇത് വന്നാലുള്ള നമ്മുടെ ഒരു പ്രധാന മെച്ചങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോഴെന്തായാലും ഈ സൈനിക ഉദ്യോഗസ്ഥർ ഇതിന്റെ പണികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒന്നിച്ച് ഈ സൈനിക ഉദ്യോഗസ്ഥർ അതിന്റെ പാലം പണികൾ ഈ സൈനിക ക്യാമ്പുകളിലും മറ്റും ഇവർക്ക് ഇതിൻ്റെ പ്രത്യേക പരിശീലനം നൽകുന്നുണ്ട്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. ഇത് ഈ മറുകര എത്തുന്നു. രാത്രി ഇന്നലെ നമ്മൾ വൈകി ഇവിടുന്ന് പോകുമ്പോൾ ഇത് ഒരു അരഭാഗമായിരുന്നു. പക്ഷേ രാത്രി മുഴുവൻ ഉറക്കമില്ലാതെ ഈ സൈനികർ ഈ ബെയിലി പാലത്തിനായി അധ്വാനിക്കുകയും അത് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇന്നലെ റവന്യൂ മന്ത്രി പറഞ്ഞിരുന്നത് ഇന്ന് ഉച്ചയോടുകൂടി ഇത് വഴിയുള്ള ഗതാഗതം ഉണ്ടാകും എന്നുള്ളതാണ്. പക്ഷേ അതിന് മുൻപ് തന്നെ ഒരുപക്ഷെ സാധിക്കും. ഇത് കൂടാതെ മറ്റൊരു പാലം, ഒരു നടപ്പാലം കൂടി നിർമ്മിക്കുന്നുണ്ട്. ഈ നടപ്പാലം ഈ പ്രധാനമായും ലക്ഷ്യം വയ്ക്കുന്നത് ഈ ആളുകളെ വളരെ എളുപ്പത്തിൽ ഇങ്ങോട്ട് നടത്തിക്കൊണ്ടുവരാം എന്നുള്ളതാണ്. നേരത്തെ നമ്മളൊരു താൽക്കാലിക ഈ കവുങ്ങ് കൊണ്ടും മറ്റുമുള്ള ഒരു നടപ്പാലം കണ്ടിരുന്നു. ഇതിലൂടെയാണ് ഇന്നലെ അകപ്പെട്ട ആളുകളെ ഇങ്ങോട്ട് എത്തിക്കുകയും അതുപോലെ തന്നെ രക്ഷാപ്രവർത്തകർ ആയ ആളുകൾക്ക് അക്കരയ്ക്കും ഇക്കരയ്ക്കും വരാൻ കഴിഞ്ഞത്. അത് ഇന്നലെ ഈ വെള്ളം കൂടിയ വൈകുന്നേരം സമയങ്ങളിൽ ഉണ്ടായൊരു പ്രതിസന്ധി, ഉച്ച സമയങ്ങളിൽ ഉണ്ടായൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് ആ പാലത്തിലൂടെ ഇങ്ങോട്ട് വരുന്നത് കുറേ സമയം തടസ്സപ്പെട്ടു. നമ്മുടെ ടീം അംഗങ്ങൾ വരെ കുറച്ച് സമയം അവിടെ തടസ്സപ്പെട്ടു. പക്ഷേ ഈ നടപ്പാലം കുറച്ചുകൂടി ഉയരത്തിലാണ് ഈ ഇരുമ്പ് നടപ്പാലം ബെയിലി പാലത്തിന് തൊട്ടടുത്തായി നിർമ്മിച്ചിരിക്കുന്നത്. ഇതിലൂടെ ഈ കുറച്ച് അധികം വെള്ളം വന്നാലും കുറച്ച് അധികം ഉയരമുള്ളത് കൊണ്ട് തന്നെ വളരെ സുഗമമായി നടന്നു വരാം. അവിടെ ഉള്ള രക്ഷാപ്രവർത്തകർക്ക് വളരെ പെട്ടെന്ന് അങ്ങോട്ട് എത്താൻ കഴിയും എന്ന് മാത്രമല്ല, അവിടെ നിന്ന് ഈ ആളുകളെ എത്തിക്കുന്നതിനും ഇത് സഹായകമാകും.
260-ലധികം ആളുകൾ നിലവിൽ മരിച്ചു കഴിഞ്ഞു. ഇനിയും നിരവധി പേരാണ് കുടുങ്ങിക്കിടക്കുന്നത്. ഈ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ ഇങ്ങോട്ട് എത്തിക്കുക, പലരും കാണാനില്ല, പലരും മണ്ണിനടിയിലാണ്, വീടുകൾക്കുള്ളിലാണ്. ഇത്തരം ആളുകളെ കണ്ടെത്താനുള്ള രക്ഷാപ്രവർത്തനമാണ് നടക്കുന്നത്. ഇന്ത്യൻ ആർമിയും ഇന്ത്യൻ നേവിയും കേരള പോലീസും കേരള ഫയർഫോഴ്സും വിവിധ സന്നദ്ധ സംഘടനകളും എല്ലാം തന്നെ സംയുക്തമായുള്ള ഒരു പ്രവർത്തനമാണ് നടക്കുന്നത്. ഈ രക്ഷാപ്രവർത്തനത്തിന്റെ വേഗത കൂട്ടാനുള്ള ഏക മാർഗം എന്നത് ഈ ബെയിലി പാലമാണ്. ബെയിലി പാലം എത്തിക്കഴിഞ്ഞാൽ കൂടുതൽ സംവിധാനങ്ങൾ അങ്ങോട്ട് എത്തിക്കാൻ കഴിയും. പുഴയിൽ വെള്ളം കുറഞ്ഞ സമയങ്ങളിലായി അങ്ങോട്ട് ഹിറ്റാച്ചികൾ എത്തിച്ചിട്ടുണ്ട്. ഈ പുഴയിലൂടെ തന്നെ ഹിറ്റാച്ചികൾ എത്തിച്ചിട്ടുണ്ട്. ബെയിലി പാലം വന്നാൽ കൂടുതൽ ഹിറ്റാച്ചികളും മറ്റും അങ്ങോട്ട് എത്തിക്കാൻ കഴിയും എന്നുള്ളതാണ്. നിലവിൽ എന്തായാലും ഈ പാലത്തിന്റെ പണി അവസാന ഘട്ടത്തിലേക്ക് പോവുകയാണ്. ഇന്ന് ഉച്ചയോടുകൂടി കൈമാറുമെന്നാണ് അറിയിച്ചിരുന്നത്. ഒരുപക്ഷെ അതിന് മുൻപ് തന്നെ ഈ പാലം പണി പൂർത്തിയാക്കാനുള്ളൊരു സാധ്യതയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ധന്യ.